സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതിനെതിരെ കുടുംബം തുടർ നടപടികളിലേക്ക്. അന്വേഷണ കമ്മീഷന് കൂടുതൽ തെളിവുകൾ നൽകും. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സൂര്യഗായത്രി തന്നെ ചേരുന്നു. കോടതി നടപടി നിരാശാജനകമാണെന്നാണ് കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥിന്റെ പിതാവ്. പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. ഇനി തുടർ നടപടിയിലേക്ക് നീങ്ങാനാണ് കുടുംബത്തിന്റെ നീക്കം. കൂടുതൽ വിശദാംശങ്ങൾ. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതിനെതിരെ കുടുംബം തുടർ നടപടികളിലേക്ക്. അന്വേഷണ കമ്മീഷന് കൂടുതൽ തെളിവുകൾ നൽകും. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതിനെതിരെ അപ്പീൽ പോകുമെന്ന് പിതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കോടതി നടപടി നിരാശയുണ്ടാക്കി. ജാമ്യം ലഭിക്കാൻ വേണ്ടി തെളിവുകൾ നശിപ്പിച്ചതായും സിദ്ധാർത്ഥിന്റെ പിതാവ് ആരോപിച്ചിരുന്നു. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതിനെതിരെ കുടുംബം തുടർ നടപടികളിലേക്ക് കടക്കുകയാണ്. അന്വേഷണ കമ്മീഷന് കൂടുതൽ തെളിവുകൾ നൽകാനാണ് കുടുംബത്തിന്റെ നീക്കം. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സൂര്യഗായത്രി ചേരുന്നുണ്ട്. കോടതി നടപടി നിരാശയുണ്ടാക്കിയെന്നാണ് കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥിന്റെ പിതാവ് പറഞ്ഞത്. ജാമ്യം ലഭിച്ചതിനെതിരെ തുടർ നടപടികളിലേക്കാണ് കുടുംബം കടക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ. അതായത് ഈ പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം നൽകുമെന്ന് കുടുംബം കരുതിയിരുന്നില്ല എന്ന് വേണം സിദ്ധാർത്ഥന്റെ അച്ഛന്റെയും അതുപോലെ തന്നെ അമ്മയുടെയും പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. മകൻ മരിച്ച ദിനം ഉണ്ടായ അതേ സങ്കടമാണ് ഇന്നലെ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു എന്ന വാർത്ത കേട്ടപ്പോഴും ഉണ്ടായത് എന്നതാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്നൊരു കാര്യമാണ് കുടുംബം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അന്വേഷണ കമ്മീഷന് മുന്നിൽ പോകാനും കുടുംബം തീരുമാനിച്ചിരിക്കുകയാണ്. തങ്ങളുടെ മകന് അതിക്രൂരമായ പീഡനമാണ് ഉണ്ടായത്. ഈ പ്രതികൾക്ക് ഒരിക്കലും ജാമ്യം കിട്ടാൻ പാടില്ലായിരുന്നു. എസ്.എഫ്.ഐ പ്രവർത്തകരാണ് ഈ പ്രതികളെന്ന് അറിഞ്ഞ സമയത്താണ് സർക്കാർ നിലപാടിൽ നിന്ന് മാറിയത്. അതായത് ഈ കേസിന്റെ അന്വേഷണം ആരംഭിച്ച നാൾ മുതൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പിന്തുണയുണ്ടായിരുന്നു. അതിനുശേഷം ഈ പ്രതികൾ എസ്.എഫ്.ഐ പ്രവർത്തകരാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു അയവുണ്ടായത് എന്നാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. എന്തായാലും ഈ കേസിന്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കുടുംബം വ്യക്തമാക്കിയിട്ടുള്ളത്. സിദ്ധാർത്ഥന്റെ കേസ് വാദിച്ചിരുന്ന വക്കീല് അന്വേഷണ കമ്മീഷന് മുന്നിൽ കൂടുതൽ തെളിവുകൾ ഹാജരാക്കും എന്ന ഒരു കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ കോടതി വിധിക്കെതിരെയും ഇത്തരത്തിൽ അപ്പീൽ നൽകും, ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകും എന്ന ഒരു കാര്യവും കുടുംബം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ പ്രതികൾക്ക് വേണ്ട രീതിയിലുള്ള ശിക്ഷ ഇതുവരെ ലഭിച്ചിട്ടില്ല. തങ്ങളുടെ മകൻ അനുഭവിച്ച ആ ഒരു ക്രൂരതയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു പീഡനങ്ങൾക്കൊക്കെ തന്നെ എന്തെങ്കിലും ഒരു ആശ്വാസം തങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അതിന് ഉത്തരവാദികളായവർക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ ലഭിക്കണം എന്നൊരു കാര്യമാണ് കുടുംബം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വാർത്തയനുസരിച്ച് കുടുംബം അന്വേഷണ കമ്മീഷന് മുന്നിലേക്ക് പോവുകയാണ്. തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സിദ്ധാർത്ഥന്റെ കുടുംബം വ്യക്തമാക്കിയിരിക്കുന്നത്. വ്യക്തമാണ്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതിനെതിരെ കുടുംബം തുടർ നടപടികളിലേക്ക്. അന്വേഷണ കമ്മീഷന് കൂടുതൽ തെളിവുകൾ നൽകും.